എന്താണ് ഈ LGBTQ IA+? ഇവിടെ IA കൊടുത്തിട്ടില്ല, പ്ലസ് എന്നുള്ള സിമ്പിൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇപ്പോഴും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് എല്ലാവരെയും ഇതിൽപ്പെട്ട ആളുകളെ മുഴുവൻ ഗേ കമ്മ്യൂണിറ്റി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി ഓരോ കമ്മ്യൂണിറ്റീസിനും പേരൊക്കെ കൊടുക്കുന്നുണ്ട്. ചിലർ ഇപ്പോഴും ഗേ കമ്മ്യൂണിറ്റി എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ LGBTQ+IA. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യർക്കിടയിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മളധികം അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നത് ഹെട്രോസെക്ഷാലിറ്റിയാണ്, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ. ഇനി ചില സിറ്റുവേഷനിൽ അത് ഹോമോസെക്ഷാലിറ്റി, സ്വന്തം ലിംഗത്തോട് തന്നെയുള്ളവരോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അംബ്രല്ല ടേമാണ് LGBTQ+IA+ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓരോ ടേമായിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് നോക്കി പോകാം. L എന്ന് പറയുന്നത് L സ്റ്റാൻഡ്സ് ഫോർ ലെസ്ബിയൻ, അതായത് ഒരു സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ ശാരീരികപരമായും വൈകാരികപരമായിട്ടും ആകർഷണത്വം തോന്നുന്ന ഒരു അവസ്ഥ. G എന്ന് പറയുന്നത് ഗേ, അതായത് ഒരു പുരുഷനോട് തന്നെ ആകർഷണത്വം തോന്നുന്ന അവസ്ഥ. B വരുന്നുണ്ട് ബൈസെക്ഷൽ, അതായത് പുരുഷനോട് സ്ത്രീയോടും ഒരുപോലെ ആകർഷണത്വം തോന്നുന്ന ഒരു അവസ്ഥ. T വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടു ട്രാൻസ്ജെൻഡർ, നമ്മൾ നേരത്തെ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം Q വരുന്നുണ്ട്. Q എന്ന് പറയുന്നത് അതായത് ഒരു ഏത് ജെൻഡർ ആണെങ്കിൽ ഞാൻ എന്താണ് എന്ന് ഇതുവരെയായിട്ട് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാത്ത ആളുകളെയാണ് Q എന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷം ഇതിലൂടെ കൊടുത്തിട്ടില്ല I എന്ന് പറയുന്നത് വരുന്നുണ്ട്, നമ്മൾ ഇന്റർസെക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം A വരുന്നുണ്ട് അസെക്ഷൽ, അതായത് ആരോടും അങ്ങനെ